السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. സ്വാന്തന പ്രവർത്തനം വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം അതിലൂടെ എത്രയോ പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക്, അശരണരായ ആളുകൾക്ക്, നിരാലംബരായ ആളുകൾക്ക് വലിയ ആശ്വാസം അതിലൂടെ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം എത്രയോ ആളുകളുണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജോലി ലഭിക്കാതെ കിട്ടിയ ജോലിയിൽ പ്രവേശിച്ചു, പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന വേതനം കൊണ്ട്, പ്രതിഫലം കൊണ്ട് കുടുംബം പൂർണ്ണമായും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ മിസ്കീന്മാരായ ദരിദ്രന്മാരായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ അവരുടെ മക്കളെ പോറ്റാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വലിയ വിഷമം നേരിടുന്ന എത്രയോ ആളുകളുണ്ട്. അതല്ലെങ്കിൽ തീരെ വിവാഹം ചെയ്തയക്കാൻ കഴിയാത്ത എത്രയോ സ്ത്രീകൾ, അവർക്കും വലിയ പ്രയാസങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട്. ഇത്തരം ആളുകൾക്ക് വേണ്ടി സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എത്രയോ വലുതാണെന്ന് ഹബീബുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം: അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ വിധവകളായ ആളുകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ, ഒരുപക്ഷെ സ്വന്തമായി ജോലിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ഈ പറയപ്പെട്ട വിധവകളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അതല്ല എങ്കിൽ സ്വന്തമായി കഴിയില്ല, പക്ഷേ മറ്റു പലരുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, ഇത്തരം ആളുകൾ അവരെക്കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാളികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. വിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായ ഒരു ഇബാദത്താണല്ലോ. അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് പൊരുതി അവരെ പരാജയപ്പെടുത്തുക, അവർക്കെതിരെ പൊരുതുക എന്നുള്ള ഏറ്റവും പ്രയാസപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന പ്രതിഫലമോ എത്രയോ വലുതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ ഷഹീദായി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തെ ആ മരിച്ച അതേ വസ്ത്രത്തിൽ തന്നെ ഖബറിൽ മറവ് ചെയ്യപ്പെടണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. കാരണം അള്ളാഹുവേ, നിൻ്റെ ദീനിന് വേണ്ടി പൊരുതിയത് കൊണ്ടാണ് എൻ്റെ ശരീരത്തിൻ്റെ രക്തം ഒലിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രതിഫലം പൂർണ്ണമായും നൽകണമെന്ന് പറയാൻ അദ്ദേഹത്തിന് സാക്ഷിയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ആ രക്തപ്പാടും രക്തക്കറകളുമായി അള്ളാഹുവിന് മുന്നിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ചില്ലറയാവില്ല, ചെറുതാവില്ല. എന്നാൽ അതുപോലത്തെ പ്രതിഫലമായിരിക്കും ഇത്തരം വിധവകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുക. അതേ അവിടുന്ന് വീണ്ടും പറഞ്ഞു ബിഖാഇമിൽ ലൈലി അസ്സാഇമിൻ നഹാർ, രാത്രി മുഴുവനും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന വ്യക്തി, പകൽ മുഴുവനും നോമനുഷ്ഠിക്കുന്ന വ്യക്തി, ഇത്തരം ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ചെറുതാവില്ല, എത്രയോ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലത്തൊരു പ്രതിഫലം ഈ പാവപ്പെട്ട ദരിദ്രന്മാരായ മിസ്കീന്മാരായ ആളുകൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലാഹു തആല നൽകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ ഒരല്പസമയമെങ്കിലും ഇത്തരം പാവപ്പെട്ട ആളുകളുടെ സ്വാന്തന പ്രവർത്തനത്തിന് വേണ്ടി, അവിടെ കണ്ണുനീരുപ്പാൻ വേണ്ടി നാം മാറ്റിവെച്ചാൽ തീർച്ചയായും നാളെ ആഖിറത്തിലെത്തുമ്പോൾ വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഏത് പ്രതിസന്ധികൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ റിള മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം സ്വാന്തന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.